പ്ലാന്റാർ ഫേഷ്യേറ്റീസ്, അതായത് നമ്മുടെ കാലുകളിലുണ്ടാകുന്ന ഒരു വേദന. ചില സമയങ്ങളിൽ നമ്മളെ എന്താണെന്ന് പറയുന്നത്, പരസ്യങ്ങളിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ അല്ലാതാക്കി മാറ്റുന്ന ഒരു വേദനയാണിത്. പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയും. അതായത് നമ്മുടെ കാൽപാദങ്ങളിൽ, കാൽമുട്ടുകളിലല്ല, കാൽപാദങ്ങളിലും അതുപോലെ തന്നെ ഉപ്പൂറ്റി ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു വേദനയാണ് അത്. ഇത് അവിടുത്തെ ടിഷ്യൂ നശിക്കുന്നത് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ദീർഘസമയം 8 മണിക്കൂറും അതിൽ കൂടുതലും നിന്ന് ജോലി ചെയ്യുന്നവരിലും അതുപോലെ തന്നെ അധിക വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്നവരിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു അസുഖമാണിത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, ഈ ഒരു അസുഖത്തിൻ്റെ ആ ഒരു കാഠിന്യം എത്ര ഉണ്ടെന്ന് ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതായത് രാവിലെ കാലങ്ങളിൽ നമുക്ക് എണ്ണിക്കുന്ന സമയത്ത് കട്ടിലിൽ നിന്നും ആ ഒരു ആദ്യത്തെ ഒരു ചുവട് നമുക്ക് എടുത്ത് ഒരു കാൽ വെക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ചില സമയങ്ങളിൽ ഇത് വഷളായിക്കൊണ്ടിരിക്കും. അപ്പം അതിന് പറ്റിയ ഒരു റെമഡിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടിപ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, 2 പ്രോഡക്റ്റുകളാണ്. വളരെ വില കുറഞ്ഞ 2 പ്രോഡക്റ്റുകളാണ്. പക്ഷെങ്കിൽ അത് നമുക്ക് വളരെയധികം ഈ ഒരു രോഗത്തിന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പരിചയപ്പെടുന്നത്. നമ്മൾ പറയപ്പെട്ടതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്, അതായത് ആർക്ക് സപ്പോർട്ട്. നമ്മൾ ചെരുപ്പുകളിലും മറ്റും ഉപയോഗിക്കുന്ന ആർക്ക് സപ്പോർട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കളയാം. നമ്മളിത് ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളെപ്പോഴും നോക്കണം. ഇത് ലെഫ്റ്റ് ലെഗിൻ്റെയാണ്. ആ ലൈൻ നമ്മുടെ തള്ളവിരലിന് സ്ട്രെയിറ്റായിട്ട് വരത്തക്ക രീതിയിലാണ് നമ്മളിത് കാലിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ കാലിലേക്ക് ഇത് കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്, ഇതിപ്പം ജെല്ല് ഇവിടെ വന്ന് നമ്മുടെ ആ ഒരു ആർക്ക് കവറായിരിക്കും. ഇത് നമുക്കിവിടെ കാണാവുന്നതാണ്. അവിടെ നമ്മുടെ ആ ഒരു പോർഷൻ കവറായിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ലഭിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന വേദനയിൽ നമുക്ക് ഗണ്യമായ രീതിയിലുള്ള ഒരു ശമനം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. പക്ഷെങ്കിൽ ഇത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ജെല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആർക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ഇതിന് താരതമ്യേന ഡാമേജ് കുറവാണ്, ഡാമേജ് അങ്ങനെ വരാറില്ല. ഇതിപ്പോൾ ഞാൻ വളരെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേസമയം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് താരതമ്യേന ചമ്മിപ്പോവും. കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുന്നത്, ഇത് ചമ്മിപ്പോവും. ഇതിനുള്ളിൽ സ്പോഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചമ്മിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുകയില്ല. ഒരു മാക്സിമം ഒരു 1 വീക്ക് അല്ല 2 വീക്സ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് പോകുന്നതായിരിക്കും. അപ്പം ബെറ്റർ എന്തുകൊണ്ടെന്ന് നമ്മൾ മേടിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ ജെല്ലിൻ്റെ ആർക്ക് സപ്പോർട്ടാണ് നമ്മൾ മേടിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ജെല്ലിൻ്റെ ആർക്ക് സപ്പോർട്ട് മാത്രം മേടിക്കുക ശ്രദ്ധിക്കുക. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് സ്പ്ലിൻ്റാണ്. സാധാരണ രീതിയിൽ സോക്സ് ഇടുന്ന മാതിരി ഇത് നമ്മുടെ കാലിലേക്ക് കയറ്റിയിടുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടത്തേക്ക് ഒട്ടിച്ചു വെക്കും, നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു വെക്കും. അതിനുശേഷം ഈ ഒരു ഭാഗം ഇതിങ്ങനെ വലിക്കും തോറും നമുക്കറിയാം നമ്മുടെ ആ ഒരു കാൽപാദത്തിൻ്റെ നമ്മുടെ വിരലിൻ്റെ ആ ഒരു പോർഷന്. അപ്പോൾ ഇതിങ്ങനെ കയറി കിടക്കണം. നമ്മുടെ ആ ഒരു ഭാഗം സ്ട്രെച്ചായി മുകളിലേക്ക് വരുന്നത് നമുക്കറിയാം. അപ്പോൾ എത്രമാത്രം സ്ട്രെച്ച് ചെയ്ത് വേണം നമുക്കിത് നമ്മുടെ ആ ഒരു കംഫോർട്ട് ലെവൽ അനുസരിച്ച് നമുക്കിതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ കാല് കുറച്ചൊന്ന് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. അതായത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈറ്റായിട്ട് ഒട്ടിക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിങ്ങനെ കൂട്ടിയും കുറച്ചും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അധികം നമ്മൾ ടൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ്
നല്ലത്. നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ അനുസരിച്ച് നമ്മൾ ചെറിയൊരു ഇത് കൊടുക്കുക.